ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോയി. അപ്പൊ ഇവിടുന്ന് മൂന്നാറിലേക്കുള്ള ഫാമിലി ട്രിപ്പിലാണ് എല്ലാരും. യെസ്, ഗ്രാൻഡ് പാ യാത്ര അയക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഞങ്ങളെല്ലാരും ഐസുവിന്റെ നല്ല ഗാനമേള ഉണ്ടായിരിക്കുന്നതായിരിക്കും ഗൈസ്. ഇപ്പൊ യാത്രയൊക്കെ വന്നിരിക്കുകയാണ്. ഇതാ പോണേ പോണേ മനസ്സിൽ വേണം, സ്നേഹം വേണം കേട്ടാ. മോള് കരി സീറ്റ് ഇപ്പൊ തന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിയാസ് ഇതാ ഗൈസ്. അശ്വാദി നമ്മളെ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ യാത്ര നല്ല രീതിയിൽ ഒരപകടവും കൂടാതെ റാഹത്തായി പോയി തിരിച്ചു വരാൻ അല്ലാഹു ബർക്കത്ത്. നമ്മളെ മഹല്ലക്കാരനെ കുഞ്ചാനുണ്ട് വാക്ക് സംസാരിക്കും. അത് നമ്മളൊരു ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പൊ അതേമാതിരി നമുക്ക് ഇനിയും ഇതേപോലെ നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതേമാതിരി പോകാനുള്ള സംസാരിച്ച തർബിയത്തിന്റെ വക ഒരു പ്രോത്സാഹനം. നമ്മള് ഷോഫിക്ക് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ചെറിയ ട്രിപ്പ് തുടങ്ങിയിട്ട് നമുക്ക് ഒരു എന്തായാലും നമുക്ക് ഇത്ര ഒരു നല്ലൊരു ട്രിപ്പ് ഒരു ചെറിയ ബഡ്ജറ്റിൽ വളരെ വൃത്തിയായിട്ട് ചെയ്ത നമ്മുടെ തിലാൽ വെക്കേഷൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് എത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോ കാർ കൺസൾട്ടന്റ് ആഷിഖ്, നമ്മുടെ ആഷിഖ് ബ്രോ നമുക്കാണ് ഇപ്പോൾ ഇതിനകത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ മാസ്ക് ഇട്ട് പോകേണ്ട അവസ്ഥയാണ്. അത്ര മോസ്റ്റ് പോപ്പുലർ ആഷിഖ്. നമ്മുടെ ആഷിഖ് ഇതിന്റെ ഒരു ഭാഗമാണ്, പാർട്ടായിട്ടുണ്ട്. ആഷിഖിന്റെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്മായിലിന്റെ പ്രശസ്തമായ ഗാനമാണ് ഗൈസ്. ഇലാഫി എന്താ മുണ്ടാതിരിക്കണേ? ഇലാഫി സൈലന്റ് ആണ്. ഇവരിങ്ങനെയൊക്കെ പാടുമോ ഗൈസ്?
അമ്പാട് കോളേജ് സെക്രട്ടറി. മണ്ണിൽ പുതുമഴവിയലുണ്ടേ, മണ്ണിൽ പുതുമഴവിയലുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണിൽ കാത്തിരുന്നു എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കിട്ടുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്ന് കിട്ടുവാൻ. എന്റെ മലവാട്ടിപ്പെണ്ണാണ് നീ, എന്റെ മലവാട്ടിപ്പെണ്ണാണ് നീ, എന്റെ രാമലിയാണ് നീ. കിട്ടുന്നത് കണ്ടോളി അന്യോനം പോരാടി നിർത്തിയ ക്യാപ്പിൽ ഫൈസൽ ഫൈസു സ്ഥിരം പരിപാടി ഫുഡടി തുടങ്ങി ഗൈസ്. നമുക്ക് ഇന്ന് ഈ ഒരു ട്രാവലറിൽ എത്ര ലിറ്റർ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാന്ന് ഇപ്പൊ കാണാം. ഇത് നമുക്ക് തിലാൽ വെക്കേഷന്റെ സിയോനോട് ചോദിച്ചു നോക്കാം. ഈ ഒരു ട്രാവലറിൽ ഫുൾ ടാങ്ക് എത്ര ലിറ്റർ ആണ് ഫുള്ളെന്ന് പറഞ്ഞാൽ 100 റുപ്യ ജീപ്പേ ചലഞ്ച്. ഇതാണ് ഗൈസ് പറയുന്നത്. പഠിച്ചു കോപ്പി അടി ആണ് ഇപ്പൊ എന്റെ മെയിന്. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അപ്പൊ കോപ്പി അടിച്ചോ പറ, കറക്റ്റ് പറയാ. എനിക്ക് 36 ലിറ്റർ. അത് ഒരു വ്യത്യസ്തമായ മുഖം. നെയ്മാൻ, ഹായ്. ഇതാണ് നമ്മുടെ നെയ്മാൻ, പള്ളിപ്പടിയുടെ ഫുട്ബോൾ പ്ലെയർ, സൈലന്റ് പ്ലെയർ. ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്തു. അപ്പൊ ഇന്നലെ രാത്രി ഏകദേശം 4 മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്ത്. ഇതിപ്പോ ഏത് സ്ഥലം? അടിമാലി. അപ്പൊ നമ്മള് ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോവാണ്. അതിനുശേഷം നേരം എവിടേക്ക് വട്ടവടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കി എല്ലാവരും ഒരുങ്ങി. നമ്മള് ലാസ്റ്റ് കുറച്ച് വൈകി ഉറങ്ങി കഴിഞ്ഞു. നമുക്കിന്ന് മോർണിംഗ് ഇന്നലെ നൈറ്റ് ചെയ്യുന്നു. നല്ല അടിപൊളി വിശേഷമാണ്. തൗഫീക്ക് രാവിലെ തന്നെ നീച്ച് ഭക്ഷണം എല്ലാവരും ഒരടി മുന്നേ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഫുൾ കോസ്റ്റ്യൂമിലാണ്. എനിക്കൊരു ട്രിപ്പ് വൈബർ പറഞ്ഞാൽ തൗഫീക്കാണ്. ടൂറിൽ ഉറക്കല്ല, ഊണില്ല. രാവിലെ 5 മണിക്ക് നീച്ച് നടക്കാൻ പോകും. എന്ത് ചെയ്യണ്ടേ? കോസ്റ്റ്യൂമാ അപ്പോൾ ഗൈസ് നമ്മുടെ മോർണിംഗ് ഭക്ഷണമാണിത്. അപ്പം മുട്ടക്കറി.
അപ്പോൾ ഗൈസ് ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചിനെ. ഏറ്റവും ടോപ്പ് നിലയിൽ 3-ാം നില കണ്ണൂരാര ഹോട്ടലാണിത്. ഭക്ഷണം കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് മുകളിലേക്കൊക്കെ നോക്കി അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് കാണാം. നമ്മൾ മൂന്നാർ ടൗണിലാണിപ്പോൾ. ഫൈനലി വി റീച്ച് അറ്റ് മൂന്നാർ. ഒരു റീലെടുത്ത് മെയിൻ ആലമ്പ് ട്രിപ്പിന്റെ മെയിൻ ആലമ്പ്. ഗൈസ് നമ്മളെ ഫാമിലിയിൽ ഒരാൾ മാത്രം ഇല്ലാത്തതുണ്ട്. മിസ്റ്റർ രാജപ്പൻ, ദുബായ് രാജപ്പൻ. അങ്ങനെ നമ്മൾ വട്ടവട ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഗൈസ്. മൂന്നാറിന്റെ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഗൈസ് ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. 1953 വന്ന ഡാം. ഇതാ കുണ്ടല ഡാം. തോഫിക്ക് നമുക്ക് കുണ്ടല ഡാമിന്റെ ഒരു ചരിത്രം പറഞ്ഞു. തോഫി, കുണ്ടല ഡാമിനെ കുറിച്ച് 2 വാക്ക്. 1952 സ്ഥാപിതമായൊരു ഡാമാണത്. വളരെ കുറച്ചധികം ആൾക്കാർ വന്നൊരു ഡാമാണ്. ഇതില് ഞങ്ങൾ കുറെ ആൾക്കാരെ മുല്ലപ്പെരിയാറെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടിരുന്നു. ഇതാണ് കുണ്ടല ഡാം. മാട്ടുപ്പെട്ടി ഡാം, അതിന് കുണ്ടല ഡാം അല്ലേ? റിയാസ് ഇവിടെ എന്തോ ഇലാഫി. ഇതാണ് നമ്മുടെ ഇലാഫി. ഇലാഫി നെയ്യപ്പത്തിൽ മുഴുകിയിരിക്കുകയാണ് ഗൈസ്. ഇലാഫി കട്ടപ്പോസാണ്. Guys, finally we are at the top of Kundala Dam. ഡാമിന്റെ അടിഭാഗമൊക്കെ വറ്റി കിടക്കുന്നു. അതിന് മാത്രം വെള്ളമൊന്നുമില്ല ഇവിടെ. കണ്ടോ, അവിടെയാണ് ബോട്ടിങ് കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള വെള്ളമൊന്നും ഡാമിലില്ല. കുണ്ടല ഡാമിന്റെ ഇവിടുത്തെ പ്രധാന ആകർഷണം പറഞ്ഞാൽ ഈ ഒരു ബോട്ടിങ്ങും പിന്നെ ഈ പൈൻ മരത്തിന്റെ ഇടയിലുള്ള ഈ ഒരു നടത്തം. നമ്മളൊരു ഊട്ടിയിലൊക്കെ കിട്ടുന്ന ഒരു വൈബാണ് ഇവിടെ നമുക്ക് കാണാം. ജസ്റ്റ് ഇതില് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിലങ്ങനെ നടന്നു പോകുന്നത്. ഗൈസ് ഈ പൈൻ മരത്തിന്റെ ഇടയിലൂടെയുള്ള ഒരു നടത്തം കണ്ടോ. നമ്മുടെ തിലാൽ വെക്കേഷൻ CEO പിള്ളേരുമായി നടന്നു പോകുന്നു. വന്നൊന്ന് മൂത്രമൊഴിക്കണേ കൊടുക്കണം 10 രൂപ. മൂത്രമൊഴിക്കാൻ ഇത്രയും വില ഉണ്ടെന്ന് നമ്മൾ ടൂർ പോകുമ്പോഴാണ് മനസ്സിലാക്കുക. ശരിക്കും ഇങ്ങനത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഫ്രീ ആയിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവിടെയൊക്കെ 10 രൂപയാണ് നമുക്ക് ചാർജ്. ഇസ്തോഫിക്ക് ഇവിടെ ഫോട്ടോ എടുക്കണേ, പെയ്ഡ് ചെയ്ത് ഫോട്ടോ. ഫാമിലി വന്ന ഒറ്റക്ക് ഊനാലിൽ ഇരിക്കണ ഫോട്ടോ പെയ്ഡ് ചെയ്ത് ഫോട്ടോഗ്രാഫേഴ്സിന് വെച്ചെടുക്കണം. ടൂറിൻ്റെ ഇടയിൽ തോഫിക്കിൻ്റെ മോഡലിംഗ് ഷൂട്ട്. മാട്രിമോണിയിൽ കൊടുക്കല്ല ഫോട്ടോ എടുത്തോണ്ടിരിക്കണ. അത് മാട്രിമോണിയിൽ അങ്ങനെ കൊടുത്താൽ വരില്ല കേട്ടോ. അപ്പോ ഫാമിലി ഫോട്ടോക്കുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്കുള്ള എൻട്രി പോയിന്റിലാണ്. ഇതാണ് വെൽക്കം വട്ടവട ഗ്രാമപഞ്ചായത്ത്. വട്ടവടയിലേക്കുള്ള എൻട്രിയിലാണ്. അപ്പോൾ നമ്മളെ ഡ്രൈവറൊക്കെ പെർമിറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഹലോ ഗൈസ്, ആർ യു റെഡി ഫോർ വട്ടവട? ആർക്കും ഉഷാറില്ല ഗൈസ്. എല്ലാവരും ഏതൊരു ട്രിപ്പിന്റെയും മോർണിംഗത്തെ അവസ്ഥ എങ്ങനെയായിട്ടാണ്. ഇനി ഒരു ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും പവറാവും. ഉച്ച ബിരിയാണി. അപ്പൊ ഗൈസ് വട്ടവട ട്രക്കിങ്ങിനുള്ള പ്രിപ്പറേഷനിലാണ്. 2 ജീപ്പിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്കറിയാം ട്രക്കിങ് കഴിയുമ്പോ എത്ര ആൾ ഛർദ്ദിക്കും. മൈസൂരിന്റെ എനർജി എത്രത്തോളം റോക്കായിരിക്കും അല്ലേ? നമ്മള് ആദ്യം ഭക്ഷണം കഴിക്കാൻ പോകും. അതിന് ശേഷമായിരിക്കും നമ്മൾ ട്രക്കിങ്. വേലുചേട്ടനാണ് നമ്മൾ ട്രക്കിങ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ജസ്റ്റ് വാച്ച് ട്രക്കിങ്.